അനൂപ്, ഇനി കന്യാസ്ത്രീകൾ എപ്പോൾ ഇറങ്ങും എന്നതൊരു ആകാംക്ഷയാണ്. കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നതും വളരെ പ്രധാനമാണ്. അനൂപ്. അതെ, 2 മണിയോടുകൂടി ഇറങ്ങുമെന്നായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി വൈകുമെന്ന ഒരു വിവരമാണ് ജയിലിനകത്ത് നിന്ന് ലഭിക്കുന്നത്. ഒരു പക്ഷേ 4 മണി വരെ ആയേക്കാം, 2 മുതൽ 4 മണി വരെ ആയേക്കാം എന്നാണ്. അത് എന്താണ് എൻ്റെ നടപടിക്രമമെന്ന് വെച്ചാൽ, ബിലാസ്പൂരിലെ NIA കോടതിയിൽ നിന്ന് ഇമെയിൽ വഴി ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഈ ബെയിൽ ഓർഡർ എത്തും. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് നേരിട്ട് വാങ്ങി ഇവിടേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഏതാണ്ട് 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ സഞ്ചരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ. 5-6 കിലോമീറ്റർ, ബ്ലോക്ക് ഉണ്ടെങ്കിൽ കൂടി 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ ഈ ഓർഡർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വെറും 15 മിനിറ്റ് കൊണ്ട് അവരെ മോചിതരാക്കാൻ കഴിയുമെന്നാണ് സൂപ്രണ്ട് ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത്. സൂപ്രണ്ട് ഇതാ ഇവിടെ ഉണ്ട്. सर 1 मिनट प्लीज। सर कितना बजे से? जैसे ही हमको रिहाई आदेश मिलेगी अब उनको रिलीज कर देंगे, ज़्यादा टाइम नहीं लगेगा उसमें। ओके ओके जी 10 मिनट। हाँ 10-15 मिनट। ഓക്കെ ഓക്കെ, താങ്ക് യു സർ. 10-15 മിനിറ്റ് ഇവിടെ ഓർഡർ എത്തിയ 10-15 മിനിറ്റ് കൊണ്ട്. ഇത് അനൂപ് ആന്റണി കൂടി ചേരുന്നുണ്ട്. ഓർഡർ എത്തിയ 10-15 മിനിറ്റ് കൊണ്ട് പുറത്തിറക്കാമെന്ന് സൂപ്രണ്ട് പറയുന്നുണ്ട്. ഓർഡർ എപ്പോൾ എത്താനാണ് സാധ്യത? 2 കാര്യങ്ങളാണ്. ഒന്ന് സാങ്കേതികപരമായിട്ട് ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മെയിൽ ഓർഡർ വരിക, അല്ലെങ്കിൽ ഫിസിക്കൽ ഓർഡർ വരിക. രണ്ടിലേതാന്നുള്ളത് ഇപ്പം ഒരു ബിലാസ്പൂരിൽ നിന്ന് ഇവിടെ എത്തിക്കൽ വലിയ പ്രയാസമായിരിക്കും. 3-3.5 മണിക്കൂർ നോക്കാം എന്താണെന്നുള്ളത്. എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അവിടെ എല്ലാ നടപടിയുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് കരുതുന്നു. ശരി 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 ശരി. എന്തായാലും ബിലാസ്പൂരിൽ നിന്ന് ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഇമെയിൽ വഴിയാണ് ഓർഡർ എത്തുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇവിടത്തേക്ക് 10 മിനിറ്റ് യാത്ര ചെയ്ത് എത്താവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു 15 മിനിറ്റ് പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ ഇതാ ആ കാണുന്ന വനിതാ ജയിലിൻ്റെ ഗേറ്റ് കടന്ന് നമ്മുടെ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരും. ഇപ്പുറത്തെ ഗേറ്റ് കടന്ന് ആദിവാസി യുവാവും പുറത്തേക്ക് വരും. എന്തായാലും പ്രതീക്ഷയാണ്, ആഹ്ലാദമാണ്, സന്തോഷമാണ്. ദുർഗ് ജയിലിന് മുന്നിൽ ഇത്രയും ദിവസം എനിക്കിവിടെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയിരുന്നില്ല. കണ്ണീരായിരുന്നു, അതിപ്പോൾ സന്തോഷ കണ്ണീരായി മാറിയിരിക്കുന്നു. ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ കൂടി അനൂപ്, എങ്ങനെയായിരുന്ന ഉപാധികൾ, ഈ കേസിന്റെ ഭാവി എന്താവും? അക്കാര്യത്തിലും വലിയ ആശങ്ക ഇപ്പോൾ ജാമ്യം ലഭിച്ചു എന്ന് പറയുമ്പോഴും ആൻഡ്രൂസ് താഴത്തിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിലുണ്ട്. ആ കേസിന്റെ ഭാവി എന്ത് എന്നൊരു ചോദ്യം കൂടിയില്ലേ? അതെ, കേസിന്റെ ഭാവി എന്ത് എന്ന ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ആശങ്കയും ഈ കുടുംബാംഗങ്ങൾക്കുണ്ട്. അതായത് ഈ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചേർത്താണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് 1968 മതസ്വാതന്ത്ര്യ നിയമം, അത് ഛത്തീസ്ഗഡ് നിയമസഭ പാസാക്കിയ നിയമമാണ്. അതിലെ 4-ാം വകുപ്പ് പ്രകാരം ഈ നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരായിട്ടുള്ള വകുപ്പാണത്. അത് പ്രകാരമുള്ള കേസ്. രണ്ടാമത്തേത് ഭാരതീയ ന്യായ സംഹിതയിലെ 143-ാം വകുപ്പ്. അത് ആളുകളെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസാണത്. അങ്ങനെ ഈ 2 വകുപ്പുകൾ ചുമത്തിയോടുകൂടി ഇത് NIAക്ക് ഒരുപക്ഷെ കേസെടുത്ത് അന്വേഷിക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അതുകൊണ്ടാണ് ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയും ജാമ്യ ഹർജി പരിഗണിക്കുക പോലും ചെയ്യാതെ ഒഴിവാക്കി കളയുകയും അതിനുശേഷം NIA കോടതിയെ ജാമ്യത്തിനായി സമീപിക്കേണ്ടിയും വന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ നിയമ പോരാട്ടം അത്ര സുഗമമായിട്ടല്ല പോകുന്നത്, സ്ട്രോങ് അല്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ സഭയും ബന്ധുക്കളും മറ്റു നേതാക്കളും ഒക്കെ ഇടപെട്ടുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയത്. മുൻ അഡീഷണൽ വളരെ പ്രധാനപ്പെട്ട അഭിഭാഷകനായിട്ടുള്ള അമൃതോ ദാസിനെ നേരിട്ട് പോയി കണ്ടു. അദ്ദേഹം ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ഈ കേസ് പഠിച്ചു. അതിനുശേഷം ഇന്നലെ രാവിലെ പറഞ്ഞു നമുക്ക് ഹൈക്കോടതിയിൽ പോകണ്ട, NIA കോടതിയിൽ പോകാമെന്ന്. അങ്ങനെയാണ് NIA കോടതിയിൽ പോകുന്നത്. ആ കോടതിയിലേക്ക് എത്തിയതിനു ശേഷം കോടതി കേസ് ഡയറി വിളിപ്പിച്ചു. അതിനുശേഷം വാദം നടന്നു. ആ വാദത്തിനിടയിലും പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അമൃതോ ദാസ് വളരെ കൃത്യമായി പറയാനുള്ള കാര്യങ്ങൾ, അതായത് മനുഷ്യക്കടത്ത് നടന്നിട്ടില്ല, നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല, കുട്ടികളുടെ മൊഴി തന്നെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാദിച്ചു. ആ വാദം മുഖവിലക്കെടുത്തു കോടതി. അപ്പുറത്ത് പ്രോസിക്യൂഷൻ ആണെങ്കിൽ ഈ 2 വാദത്തെയും മതപരിവർത്തനം നടന്നിട്ടില്ല എന്നും അതേപോലെ തന്നെ മറ്റ് കുഴപ്പങ്ങൾ ഈ കന്യാസ്ത്രീകൾ കാണിച്ചിട്ടില്ല എന്ന നിലയിലുള്ള വാദത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ജാമ്യത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്നവർ പറയുകയുണ്ടായി. അത് സാങ്കേതികമായിട്ട് മാത്രം പറഞ്ഞതാണ് എന്ന് BJP നേതാക്കൾ ഇന്നലെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ വിധി പറയുമെന്ന് മാറ്റിയത്. രാവിലെ 11 മണി കൂടി തന്നെ വിധി ഉണ്ടാവുമെന്ന് നമ്മൾ കരുതിയെങ്കിലും 11:30 ചേംബറിലേക്ക് ജഡ്ജി എത്തിയത്. അതിനുശേഷം വിധി പ്രസ്താവിക്കുകയായിരുന്നു. വിധിയിൽ എന്തൊക്കെ ഉപാധികളാണ് ജാമ്യം ലഭിച്ചു എന്ന വാർത്ത